ഹായ് ഡിയേഴ്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രെയിംസിൻ്റെ അതേപോലെ തന്നെ ഹാപ്പി ഷീറ്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ പലയിടത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ വീടിനടുത്ത് അധികം ക്രാഫ്റ്റ് ഷോപ്പൊന്നുമില്ല. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താലും നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താലും ഇപ്പോൾ എനിക്ക് അഫോർഡബിളായിട്ടും അല്ലെങ്കിൽ എനിക്ക് ക്വാളിറ്റിയും തോന്നുന്നിടത്ത് ചിലപ്പം മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പം പലർക്ക് പല അഭിപ്രായങ്ങളും പല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് തന്നെ പല ക്വാളിറ്റിയിലും പല റേറ്റിലും ഒക്കെ ഉള്ളതുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പല ഡിസ്ട്രിക്റ്റ് ആയാലും പല പ്ലേസിലായാലും ഞാൻ പലയിടത്തു നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പലയിടത്ത് സെയിം ഐറ്റംസ് തന്നെ പല റേറ്റിൽ കിട്ടിയിട്ടുണ്ട്, പല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എടുത്തുനിന്ന് നമ്മൾ തന്നെ നമ്മുടെ റിസ്കിൽ തന്നെ എടുക്കാമെന്നുള്ള കാര്യമാണ്. ഏത് ക്രാഫ്റ്റ് മെറ്റീരിയലായാലും ആർട്ട് മെറ്റീരിയലായാലും എന്ത് തരം മെറ്റീരിയലാണെങ്കിലും, അതിപ്പം ഡ്രസ്സാണെങ്കിൽ പോലും നമ്മുടെ പലരുടെയും ടേസ്റ്റും ഒക്കെ വ്യത്യാസമായിരിക്കും. ചിലർക്ക് റേറ്റ് കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർ കാണും. പക്ഷേ ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ റേറ്റ് ആയിരിക്കും നോക്കുന്നത്, ചിലർ ക്വാളിറ്റി ആയിരിക്കും നോക്കുന്നത്, ചിലർ രണ്ടും നോക്കും. അപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് എത്തുന്നതാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. കാരണം നിങ്ങളവിടെ പോയി പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെഗറ്റീവാണ് വരുന്നതെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഷോപ്പിൻ്റെ പേര് പറയാത്തത്. അഥവാ ആർക്കെങ്കിലും വേണം, സ്വന്തം റിസ്കിൽ വാങ്ങിക്കാം എന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കാം. ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അത് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുക അങ്ങനെയുള്ള രീതിയിലൊന്നും വരണ്ടാറില്ല. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. നമുക്ക് അല്ലാതെ ചോദിക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കാണും. നമുക്ക് ഇപ്പം അറിയാമല്ലോ, നമുക്ക് ഇത് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ പല അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പല രീതിയിൽ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നൊക്കെ വരിക, അങ്ങനെയൊന്നും വരണ്ട. ജസ്റ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇത് ഡാമേജ് ഒന്നും ഇല്ലാതാണ് വന്നത്. നമ്മൾ DTDC വഴിയാണ് കേട്ടോ ഓർഡർ ചെയ്ത് കൊറിയർ വന്നത്. അപ്പം നമുക്ക് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡാമേജ് ഒന്നും ഗ്ലാസ്സിന് ഡാമേജ് ഒന്നുമില്ല. നമ്മൾ ഫ്രെയിംസൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഗ്ലാസ് ഫ്രെയിംസ് ആണ് കേട്ടോ. അപ്പം A4 ആണ് മൊത്തം സൈസ് വന്നിരിക്കുന്നത്. അപ്പം ഗ്ലാസ്സിന് ഡാമേജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇവിടെ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയുണ്ട്. ഓരോ പീസിനാണെങ്കിൽ റേറ്റ് വ്യത്യാസമാണ് കേട്ടോ. ഓരോ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല ബൾക്കായിട്ട് 10, 20, 30 അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ എനിക്കൊരു തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രെയിംസ് ഒക്കെ തന്നെ നല്ല ഇതിലാണ് വന്നത്. നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 3 ടൈപ്പ് ഫ്രെയിംസാണ് ഓർഡർ ചെയ്തത്. A4 തന്നെ 3 കളേഴ്സിലുള്ള ഫ്രെയിംസ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു സെറ്റ് ഫ്രെയിംസിൽ നമ്മൾ ക്ലിപ്പൊക്കെ ഊരുമ്പോഴത്തേക്കിന് നമുക്കത് ജസ്റ്റ് ഒന്ന് വിട്ട് പോകുന്നതാണ്. അപ്പം അത് മേ ബി അത് കൊറിയറിൻ്റെ പ്രശ്നമായിരിക്കാം. കൊറിയർ വഴി വന്നപ്പം എവിടെയെങ്കിലും തട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു സെറ്റ് ഫ്രെയിംസിന് മാത്രമേ ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളൂ. അല്ലാതെയുള്ള ഗ്ലാസ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും ഡാമേജ് വന്നിട്ടില്ല. ഈ ഒരു ഇത് മാത്രം. അപ്പം ഫ്രെയിംസൊക്കെ കൂടുതലും നിങ്ങൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ കൊറിയറൊക്കെ വരുമ്പം പലതരത്തിലുള്ള ഡാമേജ്, നമുക്ക് ഫ്രെയിംസിനൊന്നും അധികം പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ക്രാഫ്റ്റിൽ ഏത് മെറ്റീരിയൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് വലിയ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മെറ്റീരിയലിനുള്ള റേറ്റാണ് ഈ റേറ്റ് വരുന്നതല്ലേ. അപ്പം നമുക്ക് ഈ ഫ്രെയിംസ് ആണെങ്കിൽ ഒട്ടും തന്നെ എന്ന് വെച്ചാൽ വലിയ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് ചിലപ്പോൾ ഓഫർ പ്രൈസിലൊക്കെ ഇടുന്നവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്രോഫിറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് കൊറിയറിൻ്റെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ബാക്കി ഫ്രെയിംസ് ഒന്നും തന്നെ കുഴപ്പമില്ല. ഒരു സെറ്റ് ഫ്രെയിംസ് മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇളകി
പോകുന്നതിൻ്റെ കൂട്ട് തോന്നുന്നു. പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല, അങ്ങനെ വെക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു നെഗറ്റീവ് ഫീല് വരും ഒരു സാധനം മേടിച്ച് കഴിയുമ്പോൾ. അത് നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നു, നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഓർഡർ ചെയ്യുക. അതും വരുമ്പോൾ ഓൺലൈനായിട്ട് വരുന്നതിൻ്റെ ചിലപ്പം ഡിലേ കാര്യങ്ങളൊക്കെ കാണും നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കണം. പിന്നെ നമ്മളിത് കൊറിയർ ചെയ്യേണ്ട ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും അപ്പോഴും അത് പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്നതായിരിക്കും ഫ്രെയിംസൊക്കെ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്റ്റ് വാങ്ങി നമുക്ക് ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാമല്ലോ. അപ്പം അങ്ങനെ ഡയറക്റ്റ് ഷോപ്പൊക്കെ ഉള്ള അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിംസൊക്കെ വന്നിരിക്കുന്നത്. ഫ്രെയിംസ് ഒന്നും തന്നെ വേറെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. ആ ഒരു റേറ്റിന് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന റേറ്റിന് നല്ല ക്വാളിറ്റി തന്നെയാണ്, ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിംസ് എല്ലാം ഇതിനെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫോട്ടോ ഫ്രെയിം നമ്മൾ ഇതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ ഫ്രെയിംസൊക്കെ നിർമ്മിക്കുന്ന ഷോപ്പൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ ഞാൻ കൂടുതലും ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അത് ബൾക്കായിട്ട് നമുക്ക് പലപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ബൾക്കായിട്ട് എടുത്തു വെച്ചാലും ചിലപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് അധികം നമുക്ക് മൂവ്മെൻ്റ് ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ പോവില്ല. അപ്പം ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലോസി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലോസി ഷീറ്റ് 300 GSM ഒക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് 300 GSM കിട്ടുന്നതേ ഇല്ല. അപ്പം ഇവിടെ അടുത്ത ഷോപ്സിലൊക്കെ ആണെങ്കിലും 180-190 GSM ഒക്കെ ഉള്ളൂ മാക്സിമം വന്നു കഴിഞ്ഞാൽ. അതിലൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി വരുന്നില്ല. അതിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അതിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് എടുക്കുമ്പം ക്ലാരിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് 300 GSM, 270 GSM ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഹൈ ഗ്ലോസി ഷീറ്റിലാണ് എടുക്കുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലാണ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് A4 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. A3 ചെയ്യുന്നവരുണ്ട്. നമുക്ക് A4 സൈസ് വരെയാണ് നമ്മുടെ പ്രിൻ്ററിൽ. എങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് കൊടുക്കാൻ പറ്റും. നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും റേറ്റ് എക്സ്ട്രാ ആവും. നമ്മൾ ഈ കൊടുക്കുന്ന ഫ്രെയിംസിനകത്ത് നല്ല റേറ്റ് എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ 300 GSM പേപ്പേഴ്സ് ഒക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത്. അതിനൊക്കെ അത്യാവശ്യം ഒരു 20 ഷീറ്റിനൊക്കെ 480 അത്രയും റേറ്റൊക്കെ വരുന്നത്. 480, 500, 600, 700 ഇങ്ങനെ പോവും അതിൻ്റെ റേറ്റൊക്കെ. പല ക്വാളിറ്റി പേപ്പേഴ്സിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇത്രയും GSM വരുമ്പോൾ അതിപ്പം 180 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു റേറ്റൊന്നും ഇല്ല. ആ ഒരു 180 തന്നെ 150 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ പേപ്പേഴ്സ് നമുക്ക് 50 ഷീറ്റ്സൊക്കെ കിട്ടും. പക്ഷേ ഇത് നമുക്ക് തിക്നെസ് കൂടുന്തോറും അതേപോലെ തന്നെ ക്വാളിറ്റി കൂടുന്തോറും ഒക്കെ റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഷീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.